എല്ലാവർക്കും നമസ്കാരം. യു10 മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും പഴയ ഒരു കോട്ടയുടെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സുദീർഘമായ ചരിത്രവും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ഉൾക്കൊള്ളുന്ന നമ്മുടെ പഞ്ചാബിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന, പഞ്ചാബിലെ തന്നെ പുരാതനവും നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതുമായ തടാകങ്ങളുടെ നഗരമെന്നറിയപ്പെടുന്ന ബത്തിന്തയിലാണ് ഏകദേശം 1800 വർഷത്തോളം പഴക്കമുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്ന കില മുബാറക് എന്ന ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഘോര യുദ്ധങ്ങൾക്കും നിരവധി രക്തച്ചൊരിച്ചിലുകൾക്കും വേദിയായ മുഹമ്മദ് ഗസ്നിയുടെയും മുഹമ്മദ് ഗോറിയുടെയും രാജ ജയ്പാലയുടെയും പൃഥ്വിരാജ് ചൗഹാന്റെയും സുൽത്താന റസിയയുടെയും ഒക്കെ ജീവിതത്തിലെ സുപ്രധാന ഏടായ ബത്തിന്ത കോട്ടയുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ആരാണ് ഈ കോട്ട പണിതത് എന്നതിനെക്കുറിച്ച് ധാരാളം അഭിപ്രായങ്ങളുണ്ട്. രണ്ടാം അശോകൻ എന്ന് അറിയപ്പെട്ടിരുന്ന കുശാന സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ രാജാവ് കനിഷ്കനാണ് 2-ാം നൂറ്റാണ്ടിൽ ഇത് പണിതതെന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റു ചിലർ വിശ്വസിക്കുന്നത് പഞ്ചാബ് രാജാവായ ഭട്ടി റാവുവാണ് ഇത് നിർമ്മിച്ചതെന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഈ നഗരത്തിൻ്റെ പേരിന് പ്രചോദനമായെന്നും അവർ വിശ്വസിക്കുന്നു. AD 90-110 കാലഘട്ടത്തിൽ രാജാ ദാബാണ് ഈ കോട്ട നിർമ്മിച്ചതെന്ന് ചിലർ പറയുന്നു. എന്തൊക്കെയായാലും ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഈ കോട്ട രവി നദിക്കരയിലെ ഒരു പാറയിലാണ് പണിതിരിക്കുന്നത്. ഇപ്പോൾ ഈ നദി ഗതി മാറിയാണ് ഒഴുകുന്നത്. മുൾത്താനിൽ നിന്ന് ദില്ലിയിലേക്കുള്ള റൂട്ടിലാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അന്ന് ഇത് തന്ത്രപ്രധാനമായൊരു കോട്ടയായിരുന്നു. ഹിസ്റ്ററി ഓഫ് പട്യാലയുടെ രചയിതാവ് ഖലീഫ മുഹമ്മദ് ഹസൻ പറയുന്നതനുസരിച്ച് ഇതിൻ്റെ പുരാതന നാമം ബിക്രംഗഡ് എന്നാണ്. മറ്റൊരു നാമമായ തബാരിന്ദ് ആദ്യമായി പരാമർശിക്കുന്നത് AD 1211 എഴുതിയ ജാമിഉൽ ഹക്കായത്ത് എന്ന ഗ്രന്ഥത്തിലാണ്. ഇബ്ൻ ബത്തൂത്തയുടെ അഭിപ്രായത്തിൽ ഇത് ബാട്രിൻഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തബർഹിന്ദ്, വാട്ടിൻഡ, ബിട്ടുണ്ട എന്നൊക്കെ വിളിക്കപ്പെട്ട ഈ നഗരം ഒടുവിൽ സർവേ ഓഫ് ഇന്ത്യയുടെ അധികാരപ്രകാരം ഇതിൻ്റെ പേർ ബത്തിന്ത എന്നാക്കി മാറ്റി. ഇന്ത്യയിൽ മുഹമ്മദ് മുഈസുദ്ദീൻ ബിൻ സാം അഥവാ മുഹമ്മദ് ഗോറിയുടെ ആധിപത്യത്തിൽ മുസ്ലിം സുൽത്താക്കന്മാരുടെ ഭരണം സ്ഥാപിതമാകുന്നതിന് കാരണമായി തീർന്ന സുൽത്താൻ മുഹമ്മദ് ഗോറിയും ഡൽഹിയിലെ രജപുത്ര രാജാവായിരുന്ന പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ നടന്ന അതിഘോരമായ 2 തറൈൻ യുദ്ധങ്ങളും നടന്നത് ഈ ബത്തിന്തയിലാണ്. ഈ 2 യുദ്ധങ്ങളിലും ബത്തിന്ത കോട്ടയ്ക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ടായിരുന്നു. AD 1189 മുഹമ്മദ് ഗോറി ഈ കോട്ട ആക്രമിച്ചു പിടിച്ചെടുത്തു. തുടർന്ന് നടന്ന 1-ാം തറൈൻ യുദ്ധത്തിൽ 2 ലക്ഷം കുതിരപ്പടയാളികളും 3000 ആനകളും വലിയൊരു സംഖ്യയിലുള്ള കാലാൾപ്പടയും ഉൾക്കൊള്ളുന്ന പൃഥ്വിരാജ് ചൗഹാന്റെ സൈന്യത്തെക്കാളും മുൻതൂക്കം കുറഞ്ഞ തൻ്റെ സൈന്യവുമായി മുഹമ്മദ് ഗോറി ഏറ്റുമുട്ടി. പൃഥ്വിരാജ് ചൗഹാന്റെ സഹോദരനായ ഗോവിന്ദ് റായിയുടെ കുന്തമേറിൽ പരിക്കേറ്റ് ഗോറി കുതിരപ്പുറത്തു നിന്നും താഴെ വീണു. ഗോറി മരിച്ചെന്ന് കരുതിയ അഫ്ഗാൻ സൈന്യം ആദ്യം സ്തബ്ധരായിപ്പോയി. എങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് ബോധ്യമായപ്പോൾ രജപുത്രരുടെ ആക്രമണത്തെ അവർ ധീരമായി ചെറുത്തുനിന്നുകൊണ്ട് ഗോറിയെ രക്ഷിച്ച് താബറിന്ദ് കോട്ടയിലേക്ക് പിൻവാങ്ങി. രജപുത്ര സൈന്യത്തെ പ്രതിരോധിക്കുവാൻ തബറിന്ദ് കോട്ടയിൽ സിയാവുദ്ദീൻ തുലാക്കിയുടെ നേതൃത്വത്തിൽ 2000 സൈനികരെ നിലനിർത്തി. പരിക്കേറ്റ ഗോറി സൈന്യവുമായി അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങി. രജപുത്ര സൈന്യം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും തബറിന്ദ് കോട്ട അന്ന് തകർക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിലും വിജയം പൃഥ്വിരാജ് ചൗഹാന്റെ രജപുത്ര സൈന്യത്തിനായിരുന്നു. 13 മാസത്തോളം തബറിന്ദിൽ രജപുത്ര സൈന്യത്തെ തടഞ്ഞു നിർത്തുവാൻ സിയാവുദ്ദീന് കഴിഞ്ഞു. ഇതിനകം മുഹമ്മദ് ഗോറി ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞിരുന്നു. 12,000 വരുന്ന സൈനിക നിരയെ ഗോറി സജ്ജമാക്കി. പക്ഷേ മധ്യേഷ്യയിൽ മറ്റു പല ഭീഷണികളുമുള്ളതിനാൽ ഭൂരിഭാഗം സൈന്യത്തെയും രാജ്യസംരക്ഷണത്തിനായി അഫ്ഗാനിൽ തന്നെ നിലനിർത്തി 40,000 സൈനികരെയും കൊണ്ടാണ് ഗോറി ഇന്ത്യ ആക്രമിക്കുവാൻ വീണ്ടും പുറപ്പെട്ടത്. കൃത്യം 1 വർഷത്തിനു ശേഷം AD 1192 മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനുമായുള്ള 2-ാം തറൈൻ യുദ്ധത്തിന് കളമൊരുങ്ങി. 1-ാം തറൈൻ യുദ്ധത്തിലെ വിജയത്തിൻ്റെ ഓർമ്മയിൽ പൃഥ്വിരാജ് ചൗഹാന്റെ രജപുത്ര സൈന്യം വർദ്ധിച്ച ആത്മവിശ്വാസത്തിലായിരുന്നു. ഗോറിയുടെ 40,000 സൈനികർക്കെതിരെ പൃഥ്വിരാജ് ചൗഹാൻ അന്ന് അണിനിരത്തിയത് 2 ലക്ഷം കുതിരപ്പടയാളികളും 3000 ആനകളും
ഒട്ടനവധി സൈനികരുമടങ്ങുന്ന ഒരു മഹാസൈന്യത്തെയായിരുന്നു. ഒരു വർഷം മുമ്പ് തനിക്കേറ്റ പരാജയത്തിൻ്റെ കയ്പായിരുന്നു ഗോറിയുടെ മനസ്സ് നിറയെ. ഇത്തവണ വിട്ടുകൊടുക്കില്ലെന്ന് മുഹമ്മദ് ഗോറി ഉറപ്പിച്ചിരുന്നു. എങ്ങനെയും പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തണമെന്നുറപ്പിച്ച മുഹമ്മദ് ഗോറി ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു. പ്രത്യേക പരിശീലനം നേടിയ ഗോറിയുടെ സൈനികരുടെ ഗറില്ല ആക്രമണത്തിലും മിന്നലാക്രമണത്തിലും രജപുത്ര സൈന്യത്തിന് അടിപതറി. അപ്രതീക്ഷിത ആക്രമണമായതിനാൽ അനേകം രജപുത്ര സൈനികർ വധിക്കപ്പെട്ടു. പെട്ടെന്നാക്രമിച്ച് മിന്നൽ പോലെ മറയുന്ന ഗോറിയുടെ സൈന്യത്തിനു നേരെ ഒരു പ്രത്യാക്രമണത്തിന് പോലും രജപുത്ര സൈന്യത്തിന് അവസരം കിട്ടിയിരുന്നില്ല. ഇതോടെ പൃഥ്വിരാജ് ചൗഹാന്റെ രജപുത്ര സൈന്യം തീർത്തും പൊറുതിമുട്ടിയ അവസ്ഥയിലായി. ഈ അനുകൂല അവസരം മുതലെടുത്ത് ഗോറി തൻ്റെ 12,000-ഓളം വരുന്ന 5ാം സൈനിക വിഭാഗത്തെ ആക്രമണത്തിന് നിയോഗിച്ചു. അവരുടെ കുന്തപ്രയോഗത്തിൽ ആയിരക്കണക്കിന് രജപുത്ര സൈനികർ വധിക്കപ്പെട്ടു. പൃഥ്വിരാജ് ചൗഹാന്റെ സഹോദരൻ ഗോവിന്ദ റായിയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. തൻ്റെ രജപുത്ര സൈന്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതോടെ പൃഥ്വിരാജ് ചൗഹാൻ ഒരു കുതിരപ്പുറത്ത് രക്ഷപ്പെടാൻ ഒരുങ്ങിയെങ്കിലും ഗോറിയുടെ സൈന്യത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട പൃഥ്വിരാജ് ചൗഹാൻ ഒടുവിൽ വധിക്കപ്പെട്ടു. ഡൽഹി സാമ്രാജ്യം അടക്കി ഭരിച്ച ആദ്യ വനിതയും പ്രഗത്ഭ രാജ്ഞിയും അടിമവംശത്തിലെ സുൽത്താൻ ഇൽത്തുമിഷിന്റെ മകളുമായ സുൽത്താന റസിയയെ തടവിലിട്ടത് നമ്മുടെ ഈ ബത്തിന്തയിലെ കില മുബാറക്കിലാണ്. സുൽത്താന റസിയ ഡൽഹിയുടെ അധികാരത്തിൽ കയറിയ ഉടനെ നിരവധി പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടതായി വന്നു. ഒരു സ്ത്രീ രാജവാഴ്ചയുടെ ഭരണത്തിൽ അസംതൃപ്തരായ അന്നത്തെ ഡൽഹിയിലെ കുലീനവർഗത്തിലെ തുർക്കി പ്രഭുക്കന്മാരുടെ കഠിനമായ എതിർപ്പുകളെ തരണം ചെയ്യുവാൻ അന്ന് അവരെ സഹായിച്ചത് മാലിക് ഇഖ്തിയാറുദ്ദീൻ അൽത്തൂനിയ ആയിരുന്നു. തനിക്ക് നൽകിയ പിന്തുണയിലും സംരക്ഷണത്തിലും സേവനങ്ങളിലും സന്തുഷ്ടയായ സുൽത്താന റസിയ അന്ന് ദില്ലി സുൽത്താനേറ്റിന്റെ ഭരണത്തിന് കീഴിലായിരുന്ന ബത്തിന്തയുടെ ഗവർണറായി മാലിക് ഇഖ്തിയാറുദ്ദീൻ അൽത്തൂനിയയെ നിയമിച്ചു. അദ്ദേഹം ബട്ടിണ്ടയിലേക്ക് പോയതിനു ശേഷം ഡൽഹിയിലെ കുലീനവർഗത്തിലെ തുർക്കി പ്രഭുക്കന്മാർ സുൽത്താന റസിയക്കെതിരെ വീണ്ടും ഗൂഢാലോചന ആരംഭിച്ചു. ഈ സാഹചര്യത്തിൽ തൻ്റെ ഭരണം യഥാക്രമം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ തുർക്കി വംശജനല്ലാത്ത തൻ്റെ അടുത്ത വിശ്വസ്തനായ അബ്സീനിയൻ സിദ്ധി വംശത്തിൽപ്പെട്ട അടിമയായ ജമാലുദ്ദീൻ യാക്കൂത്തിനെ സുൽത്താന റസിയ ഉന്നത സ്ഥാനത്ത് അവരോധിച്ചു. അമീറുൽ ഉംറ അഥവാ പ്രഭുക്കന്മാരുടെ തലവൻ എന്ന സ്ഥാനത്ത് യാക്കൂത്തിനെ അവരോധിച്ചതിൽ പ്രഭുക്കന്മാർക്കിടയിൽ കടുത്ത എതിർപ്പിന് കാരണമായി. അമീറുൽ ഉംറയുടെ സ്ഥാനം നേരത്തെ വഹിച്ചിരുന്നത് ഒരു തുർക്ക് മാത്രമാണ്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ യാക്കൂത്ത് മികച്ച സ്ഥാനവും പദവിയും നേടിയെടുത്തതിൽ അസഹിഷ്ണുത പൂണ്ട അവർ കലാപം ആരംഭിച്ചു. സുൽത്താന റസിയയെയും അടിമയായ ജമാലുദ്ദീൻ യാക്കൂത്തിനെയും കുറിച്ച് അവർ കിംവദന്തികൾ പ്രചരിപ്പിച്ചു. ഇതോടെ മുൾത്താൻ, ബദോൺ, ഹൻസി, ലാഹോർ മുതലായ പ്രവിശ്യകളിലെ ഗവർണർമാരും സാമ്രാജ്യത്തിലെ പ്രധാനമന്ത്രിയും റസിയയെ എതിർത്തു. തബർഹിന്ദയിലെ ഗവർണറായിരുന്ന അൽത്തൂനിയയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ലഹളയിൽ തബറിന്ദയുടെ കവാടത്തിൽ വെച്ച് സുൽത്താന റസിയയുടെ വിശ്വസ്തനായ ഉപദേഷ്ടാവ് ജമാലുദ്ദീൻ യാക്കൂത്ത് കൊല്ലപ്പെട്ടു. സുൽത്താന റസിയയെ അറസ്റ്റ് ചെയ്ത് തബറിന്ദയിലെ കില ഇ മുബാറക്കിൽ അടയ്ക്കുകയും ചെയ്തു. മാസങ്ങളോളം തടവിൽ കഴിഞ്ഞ ശേഷം സുൽത്താന റസിയയും മാലിക് അൽത്തൂനിയയും പ്രണയബദ്ധരായെന്നും അവർ വിവാഹം കഴിച്ചെന്നും പറയപ്പെടുന്നു. സുൽത്താന റസിയയുടെ അർദ്ധ സഹോദരൻ മുഈസുദ്ദീൻ ബഹ്ഷാം ഷായെ സിംഹാസനം ചെയ്ത പ്രഭുക്കന്മാർ പിടിച്ചെടുത്ത ദില്ലി സിംഹാസനം തിരിച്ചുപിടിക്കുവാൻ അവർ ഡൽഹിക്ക് പുറപ്പെട്ടു. AD 1240 ഒക്ടോബറിൽ സുൽത്താന റസിയയുടെ സൈന്യവും മുഈസുദ്ദീൻ ബഹ്ഷാം ഷായുടെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. പക്ഷേ സുൽത്താന റസിയയുടെ സൈന്യം പരാജയപ്പെട്ടു. ഇതോടെ സുൽത്താന റസിയയും സൈന്യവും ഡൽഹിയിൽ നിന്ന് പിൻവാങ്ങി കൈത്താലിയിലെത്തി. അവിടെ വെച്ച് അവശേഷിക്കുന്ന സൈന്യവും അവരെ ഉപേക്ഷിച്ചു. അതോടെ സുൽത്താന റസിയയും മാലിക് അൽത്തൂനിയയും കൊള്ളക്കാരായ ജാട്ടുകളുടെ കയ്യിൽ അകപ്പെടുകയും അവർ കൊള്ള ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കമിട്ട സ്വഹീഹുദ്ദീൻ ബാബർ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് നമ്മുടെ ഈ ബത്തിന്ത വഴിയാണ്. ബാബറുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പല ആയുധങ്ങളും ഇവിടെ ഇന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മുൾത്താനിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള റൂട്ടിൽ തന്ത്രപ്രധാനമായ ഒരു സൈനിക ഔട്ട്പോസ്റ്റായി നിലനിന്ന തബർഹിന്ദ കോട്ടയ്ക്ക് പിന്നീട് അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയുണ്ടായി. ഇതിന് പ്രധാന കാരണം ലാഹോറിലേക്കും മുൾട്ടാനിലേക്കും യാത്ര ചെയ്യുവാനായി സർഹിന്ദ് റൂട്ട് കൂടുതൽ ഉപയോഗിക്കപ്പെട്ടതുകൊണ്ടുകൂടിയാണ്.
AD 1754 സിഖ് കോൺഫെഡറേറ്റിന്റെ സഹായത്തോടെ പട്യാലയിലെ ആദ്യത്തെ ഭരണാധികാരി മഹാരാജ അലാ സിംഗ് പിടിച്ചെടുക്കുന്നതുവരെ ഈ കോട്ട ഭട്ടി മേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്നു. 10ാമത്തെ ഗുരു ഗോബിന്ദ് സിംഗിന് ശേഷം അവർ ഇതിനെ ഗോവിന്ദ്ഗർ എന്ന് പുനർനാമകരണം ചെയ്തു. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരേ ഒരു കോട്ടയാണിത്. ഇതിൻ്റെ വലിയ ഇഷ്ടിക മതിലുകളും ഗേറ്റ്വേയും പട്യാല രാജാക്കന്മാരുടെ കീഴിൽ നിർമ്മിച്ചതാണ്. ആ കാലഘട്ടത്തിൽ ഉപയോഗത്തിലിരുന്ന മറ്റ് ഇഷ്ടികകളെക്കാളും വണ്ണം കുറഞ്ഞതും എന്നാൽ കൂടുതൽ ബലമുള്ളതുമായ നാനാക് ഷാഹി ഇഷ്ടികകളാണ് ഇവർ ഉപയോഗിച്ചത്. ചരിത്രപരമായി ഒരു ഗുരുദ്വാരയുടെ സ്ഥലം കൂടിയാണിത്. AD 1515 ഗുരു നാനാക് ദേവ് ഇത് സന്ദർശിച്ചതായി പറയപ്പെടുന്നു. AD 1665 ഗുരു തേജ് ബഹാദൂർ, 1705 ഗുരു ഗോബിന്ദ് സിംഗ് എന്നിവർ ഇത് സന്ദർശിച്ചു. AD 1835 മഹാരാജ കരം സിംഗ് ഗുരു ഗോവിന്ദ് സിംഗ് രാത്രി ചിലവഴിച്ച സ്ഥലത്ത് ഗുരുദ്വാര സാഹിബ് പത്ഷാഹി നിർമ്മിച്ചു. വെളുത്ത താഴികക്കുടമുള്ള ഈ ചുവന്ന മണൽക്കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഗുരുദ്വാര ഇന്ന് നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ കോട്ടയിൽ തകർന്നിട്ടില്ലാത്ത ഒരേ ഒരു കെട്ടിടം കൂടിയാണിത്. ഈ ഗുരുദ്വാര കോട്ടയുടെ മുകളിലായതിനാൽ നിരവധി ഭക്തരുടെ സന്ദർശനത്തെ താങ്ങാനാവുന്ന അവസ്ഥയിലല്ല. കോട്ടയുടെ അടിയിൽ അവർ മറ്റൊരു ഗുരുദ്വാര നിർമ്മിച്ചിട്ടുണ്ട്. 1947 വരെ കോട്ട പട്യാല രാജാക്കന്മാരുടെ കൈവശമായിരുന്നു. നിരവധി രാജവംശങ്ങളുടെ ഉയർച്ചയും വളർച്ചയും തകർച്ചയും തളർച്ചയും കണ്ട ഈ ബത്തിന്ദ കോട്ടയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.